ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒഴിച്ചുകറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സിമ്പിൾ ഒരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ചേർക്കാനായിട്ട് കുറച്ച് പുളി, ഒരല്പം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് പൊടികളായിട്ട് 1/4 ടീസ്പൂണ് കായപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ചുകറി ഉണ്ടാക്കാനായിട്ട് ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പം ഞാനെൻ്റെ വീഡിയോകളൊക്കെ നമ്മുടേതായ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം എല്ലാവരും വീഡിയോ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം. അപ്പോൾ നന്നായിട്ട് ഈ ഉള്ളി നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇനി പൊടികളൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ പൊടികൾ ചേർക്കാനായിട്ട്. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ നന്നായി കറിയൊക്കെ നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.